ഹായ് ഹലോ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം നമ്മുടെ SSC CPO 2025 പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടല്ല ഏകദേശം ടോട്ടൽ പറയുവാണെങ്കിൽ 3 ടയറായിട്ടാണ് എക്സാം നടത്തുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടയറിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് കട്ട് ഓഫ് കൂടുതലാണ് എന്നൊരു ടോക്ക് ഓൾറെഡി ഉണ്ട്. ബട്ട് എനിവേ ക്വാളിഫൈ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പം ഇനി എന്താണ് അപ്പം ടയർ 1 ക്വാളിഫൈ ചെയ്തു, ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാവരുടെയും മൈൻഡിലുണ്ട്. അപ്പം ഇനി എന്താണ്, ഇപ്പം ഫസ്റ്റ് ടൈം എഴുതി കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ വഴിയില്ല. CPO നോട്ടിഫിക്കേഷൻ വന്നു, അങ്ങ് അയച്ചു, എന്താണ് പറയാ, ഒരു ലക്കിന് അങ്ങ് കിട്ടി, അല്ലെങ്കിൽ പഠിച്ചു എന്ത് ചെയ്തു, പാസ്സായി കിട്ടി. പക്ഷെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം നമുക്ക് SSC CPO 2025 എല്ലാ വർഷവും നടത്തുന്ന CPOയുടെ എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രിലിംസ് ഉണ്ട്. ഓക്കെ, അത് ഓൾറെഡി നമുക്കിപ്പോൾ കഴിഞ്ഞു. ദെൻ ഇനി വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അടുത്തൊരു ടയർ എക്സാമും കൂടി ഉണ്ട്, വിത്ത് ഇംഗ്ലീഷ് മാത്രം. ഇംഗ്ലീഷ് ഒള്ളി ആണ് കേട്ടോ. ഒരു 200 മാർക്സിന് ഇംഗ്ലീഷ് മാത്രം വരുന്ന ഒരു എക്സാമും കൂടി ഫിസിക്കൽ പാസ്സായി കഴിയുമ്പോൾ ഉണ്ട്. അപ്പൊ 3 ടയർ ആയിട്ടാണ്. അത് കഴിഞ്ഞ് മെഡിക്കലും DVയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇനി അപ്പൊ അതായത് പ്രിലിംസ് വന്നു, എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസമായി പ്രിലിംസ് വന്നിട്ട്, റിസൾട്ട് വന്നിട്ട്. സോ ഇനിയും മടിപിടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം നന്നായിട്ട് കുറയുവാണ്. കാരണം എന്താന്ന് വെച്ചാല് പഠിക്കാനുള്ളതല്ല, നമുക്ക് ഫിസിക്കലിനുള്ളതാണ്. ഫിസിക്കൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇപ്പോൾ റിട്ടൺ ടെസ്റ്റ് ആണെങ്കിൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമുക്കത് എഴുതിയെടുക്കാം എന്നൊരു കോൺഫിഡൻസ് കാണും. പക്ഷേ ഇതുവരെയും ഫിസിക്കൽ ഒന്നും നോക്കാത്തൊരു കുട്ടിയാണെങ്കിൽ, ഇനിയും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എങ്ങനെയാണ്, ഫിസിക്കൽ എന്ന് കാണും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്, ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റും ഉണ്ട്, PST ഉണ്ട്, PET ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നോർമലി നമ്മുടെ ഹൈറ്റ്, ചെസ്റ്റ് മെഷർമെന്റ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഹൈറ്റ് മാത്രമാണ് മെയിൻ, നമുക്കിപ്പോൾ നോക്കിയാൽ മതി. ഹൈറ്റ് വന്നിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൈറ്റ് 170 ആണ് അവർ പറയുന്നത്. ഓക്കെ, ഹൈറ്റ് വന്നിട്ട് 170 ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിലാണെങ്കിൽ 157 ആണ് ഹൈറ്റ് പറയുന്നത്. ഇനി ബാക്കി കുറച്ച് എക്സെപ്ഷൻ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. അത് നമ്മുടെ ഹിമാചൽ പ്രദേശ്, മറാത്ത, കാശ്മീർ ആ സ്ഥലത്തുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് വന്നിട്ട് 170യും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 157 ആണ് എന്ത് പറയുന്നത്, ഹൈറ്റ് പറയുന്നത്. ദെൻ ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ ഒന്നും ഗേൾസിനൊന്നും ഫീമെയിൽസിനൊന്നും വേണ്ട. മെയിൽസിന് പറയുന്നുണ്ട്. അൺഎക്സ്പാൻഡഡ് ആണെങ്കിൽ 80യും എക്സ്പാൻഡഡ് 85 ആണ്, അത് മെയിൽ കാൻഡിഡേറ്റിനുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഹൈറ്റ് പറയുവാണെങ്കിൽ 170യും 157 ആണ് നോട്ട് ചെയ്യേണ്ടത്. അത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ നോക്കാറൊന്നുമില്ല. കറസ്പോണ്ടിങ് ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെയിറ്റ് വേണം. അണ്ടർ വെയിറ്റ് ഒന്നും ആവാൻ പാടില്ല. ഓവർ വെയിറ്റ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, വെയിറ്റ് അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല, ഹൈറ്റിനനുസരിച്ച് എന്നേ പറയുന്നുള്ളൂ. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ്. ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റിൽ മെയിലിനും ഫീമെയിലിനും രണ്ടായിട്ടാണ് വരിക. മെയിൽ കാൻഡിഡേറ്റ്സിന് നമുക്ക് 4 ഇവന്റുകളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, 4 ഇവന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് 100 മീറ്റർ റേസ് ആണ്. 2 1.6 കിലോമീറ്റർ അല്ലെങ്കിൽ 1600 മീറ്റർ ആണ്. ദെൻ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോർട്ട് പുട്ട്. ഓക്കെ, ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 100 മീറ്റർ റേസ് ഉണ്ട്, 800 മീറ്റർ ആണ്. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, അവർക്ക് ഷോർട്ട് പുട്ട് ഇല്ല. നോട്ടിഫിക്കേഷൻ അത് ഷോർട്ട് പുട്ട് ഉണ്ട്, അതിലൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ മെയിൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് അവർക്ക് എല്ലാത്തിനും ടൈം കുറവാണ്. 100 മീറ്റർ അവരൊരു 16 സെക്കൻഡിലായിരിക്കണം ഓടേണ്ടത്. സ്പ്രിന്റ് ആണ്. 100 മീറ്റർ എന്ത് ചെയ്യണം, 16 സെക്കൻഡ് കൊണ്ട് അവർ ഓടിയെടുക്കണം. ദെൻ 1600 കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വരും 6.5 മിനിറ്റേ ഉള്ളൂ. ലോങ് ജമ്പ് വന്നിട്ട് 3.65 മീറ്റർ ഇൻ 3 ചാൻസ്. ലോങ് ജമ്പിന് 3 ചാൻസ് ഉണ്ട്. എത്ര മീറ്റർ ആണ്, 3.65 മീറ്റർ ആണ് വരേണ്ടത്. ഓക്കെ, 3.65 മീറ്റർ, ഏകദേശം 10
12-14 ഫീറ്റ് അടുപ്പിച്ച് എന്തോ ആണ്. ഓക്കെ, അപ്പൊ മീറ്റർ പറയുവാണെങ്കിൽ 3.65 മീറ്റർ ആണ്. ലോങ് ജമ്പിന് 3 ചാൻസസ് ഉണ്ട്. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. ദെൻ ഹൈ ജമ്പിനും 1.2 മീറ്റർ ആണ്. 1.2 മീറ്ററും അതിനും 3 ചാൻസ് ആണ് ഹൈ ജമ്പിനും വരുന്നത്. ദെൻ ഷോർട്ട് പുട്ട് 3 ചാൻസ് ആണ്. 4.5 മീറ്റർ ദൂരം അത് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവർക്ക് ടൈം കുറച്ച് കൂടുതലുണ്ട്. 100 മീറ്റർ എന്ന് പറയുന്നത് 18 സെക്കൻഡ് സമയമുണ്ട് സ്പ്രിന്റ് അടിക്കാനായിട്ട്. ദെൻ 800 മീറ്റർ അവർക്ക് കവർ ചെയ്യാൻ 4 മിനിറ്റ് ആണ്. അപ്പൊ ഏകദേശം 1 മിനിറ്റിൽ 200 മീറ്റർ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ്. കാരണം മെയിലിനെ സംബന്ധിച്ച് ഫീമെയിൽസിന് ഫിസിക്കലി കുറച്ച് ഇതുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്ക് ടൈം എന്ത് ചെയ്തിരിക്കുന്നത്, കൂടുതൽ തന്നിരിക്കുന്നത്. ലോങ് ജമ്പ് ആണെങ്കിൽ 2.7 മീറ്റർ ആണ്. 3 ചാൻസ് ഉണ്ട്. ഏകദേശം 9 ഫീറ്റ് ആണെന്ന് തോന്നുന്നു ലോങ് ജമ്പിന്. അതുപോലെ തന്നെ ഹൈ ജമ്പിന് 0.9 മീറ്റർ ആണ്. 3 ചാൻസ് ഉണ്ട്. അത് 3 ഫീറ്റ് എന്തോ ആണ്. ഓക്കെ, 3 ഫീറ്റിന്റെ പറയുവാണെങ്കിൽ 3 ഫീറ്റ് ആണ് ഹൈ ജമ്പിന് വരുന്നത്. ലോങ് ജമ്പിന് 9 ഫീറ്റ് ആണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റിൽ നോക്കേണ്ട കാര്യം. അപ്പോ ഇത് കേൾക്കുമ്പോൾ സുഖമായിട്ട് തോന്നും, പക്ഷെ ഇത് എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫിസിക്കലി കിട്ടാൻ പോകുന്നില്ല. കാരണം നമ്മൾ പറയുന്നത് പോലെയല്ല, ഫിസിക്കലി കുറച്ച് ഫിറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ പക്കയാണ്. പക്ഷേ എന്താണ്, ഇതുവരെ ഫിസിക്കലിനൊന്നും ഇറങ്ങി തിരിക്കാത്തവരാണ്, ബിഗിനർ ആണ്, ഫിസിക്കലിന്റെ കാര്യത്തിൽ ബിഗിനർ ആണെങ്കിൽ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലിന് നമ്മുടെ ഗ്രൗണ്ടുകളിൽ പോവുക. അവിടെ സാറുമാരുണ്ട്, ചെയ്യിപ്പിക്കാൻ ആൾക്കാരുണ്ട്, അങ്ങനത്തെ എന്താ പറയുക സെന്ററുകളുണ്ട്, ഫിസിക്കൽ ചെയ്യാനുള്ള അക്കാഡമികളുണ്ട്. സോ അക്കാഡമികളിൽ പോവുക, എന്ത് ചെയ്യുക, ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഇനി എന്നായിരിക്കും ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് വരിക? അപ്പൊ റിസൾട്ട് വന്നിട്ട് ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. റിസൾട്ട് വന്നതിന് ശേഷം മിനിമം നിങ്ങൾക്ക് ഒരു 3 months എന്തായാലും ഫിസിക്കലിന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഏപ്രിൽ ആണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഫിസിക്കൽ കാണും. 3 മാസം ടൈം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ നോക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ സമയം ഇനി കളയാനില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇതെന്താണ്, SI, CAPF, CRPF, CISF തുടങ്ങിയ പോസ്റ്റുകളിലുള്ള SI ടെസ്റ്റ് ആണ്. കോൺസ്റ്റബിൾ അല്ല. SI ജോലി എന്താണ്, ഒരു പവർ തരുന്ന ഒരു ജോലിയാണ്. ഫോഴ്സ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഫോഴ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഫോഴ്സ് ഇഷ്ടമുള്ളവർ, പിന്നെ ഫോഴ്സ് ഇഷ്ടമല്ല എന്നാലും കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ കൂടിയും ഒരു ജോലി ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ, പ്രസന്റ് സിറ്റുവേഷനിൽ ജോലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫോഴ്സ് വേണ്ട എന്ന് പറഞ്ഞിരിക്കണ്ട. ഫോഴ്സ് എങ്കിൽ ഫോഴ്സ് നല്ലതാണ്. കോൺസ്റ്റബിൾ അല്ല, SI ആണ്. സോ പിന്നെ ഫീമെയിലിനെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ടൈമൊക്കെ എക്സ്ട്രാ ഉണ്ട്. സോ ആ ഒരു എന്താ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കളയരുത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോടാ? അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കൽ ടെസ്റ്റിന് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഇനി ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ടെസ്റ്റ് ആണ്. 200 മാർക്കിന് ഇംഗ്ലീഷ് മാത്രമാണ് അതിനകത്ത് വരിക. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കോംപ്രിഹെൻഷനും നമ്മുടെ ഓൾറെഡി നമ്മൾ ഈ പഠിച്ച പ്രിലിംസിന് വേണ്ടി പഠിച്ച ഇംഗ്ലീഷൊക്കെ തന്നെയാണ് 200 മാർക്കിന് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന് രണ്ടിന്റെയും കമ്പൈൻ, ടയർ 1ന്റെയും ടയർ 2ന്റെയും കമ്പൈൻ എടുത്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, മാർക്ക് ഇടുന്നത്. ആൻഡ് ഓൾസോ ഫിസിക്കൽ ടെസ്റ്റിന് എന്തില്ല, മാർക്ക് ഒന്നും തന്നെ ഇല്ല. ഇറ്റ്സ് ക്വാളിഫയിങ് ആണ്. ഓക്കെ, ക്വാളിഫയിങ് ടെസ്റ്റ് മാത്രമാണ് ഫിസിക്കൽ. ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി, പാസ്സാകണമെന്നേ ഉള്ളൂ. മാർക്ക് എടുക്കുന്നത് ടയർ 1ന്റെയും ടയർ 3 എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷിന്റെയും കൂടെ കമ്പൈൻഡ് ആണ് മാർക്ക് എടുക്കുക. വിത്തിൻ ഷോർട്ട് പീരീഡ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫിസിക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ ഇംഗ്ലീഷിന് ടെസ്റ്റ് വരും. അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തും വരും, റിസൾട്ടും വരും. അപ്പൊ ഈ വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഒരു കേന്ദ്ര സർക്കാരിൽ ഒരു ഫോഴ്സിൽ, നിങ്ങൾക്ക് ഒരു ആംഡ് ഫോഴ്സിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഇനി വരുന്ന SI, ഡൽഹി പോലീസ്, CRPF, CISF തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നിട്ടുള്ളവരാണെങ്കിൽ, പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ AZP അക്കാഡമിയിലേക്ക് വരിക. നമ്മുടെ ഡൽഹി പോലീസ് അല്ലെങ്കിൽ SI തുടങ്ങിയ ആംഡ് ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് സെഷൻസും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ദെൻ ട്രെയിനിങ്ങും എന്താ ബേസിക് ആയിട്ട്
GDK എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ പറയാ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം ചിലപ്പോൾ ബേസ് ഇല്ലാത്തവരുണ്ട്, ബേസ് നല്ല രീതിയിൽ ബേസ് ഉള്ളവരുണ്ട്. ബേസ് ഇല്ലാത്തവർക്ക് പോലും നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് ഫ്രം ദ ബേസിക് ലെവൽ നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസ് എടുത്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇനിയുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.